ഞാൻ അന്ന് തന്നെ അവരോട് പറഞ്ഞു, അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ്, ക്ഷമിക്കണമെന്ന് വന്നവരോടെല്ലാം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞെങ്കിലും പോലീസുകാരുൾപ്പെടെയുള്ളവർ അത് അത്ര വലിയ ഒരു വിഷയമായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നല്ലൊരു സമീപനം നമുക്കുണ്ടായത്. പക്ഷെ ചില വ്യക്തി താല്പര്യങ്ങൾ കൊണ്ട് അതിങ്ങനെ മാറിപ്പോയതാണ്. എറണാകുളം ഉദയംപേരൂരിൽ പാസ്റ്റർമാർ സംഘടിപ്പിച്ച പരിപാടിയിൽ പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചതിൽ മാപ്പ് ചോദിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംഘാടകർ. പ്രാർത്ഥനാ ഹാളിൽ പാകിസ്ഥാൻ പതാക വന്നതിൽ ജാഗ്രത കുറവുണ്ടായെന്ന് പാസ്റ്റർ ദീപു ജേക്കബ് ന്യൂസ് 18 പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷമായി വിവിധ രാജ്യങ്ങളുടെ പതാകകൾ പ്രാർത്ഥനാ ഹാളിൽ ഉണ്ടെന്നും ചില വ്യക്തികളാണ് ഇപ്പോഴത്തെ പരാതിക്ക് പിന്നിലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ചെയ്ത ഒരു കാര്യത്തെ അത് ആരുടെ ബുദ്ധിയിൽ ഉദിച്ചാന്നറിയത്തില്ലെങ്കിലും അത് വളരെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു. നമ്മൾ രാജ്യത്തെ ബഹുമാനിക്കുകയും എല്ലാ രാജ്യങ്ങളെയും ബഹുമാനിക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ചെയ്തത്. തീമോഥെയോസിലേക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, രാജാക്കന്മാർക്കും അധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിപ്പിനെന്ന്. ഞങ്ങൾ നമ്മുടെ രാജ്യത്തിനും എല്ലാ അയൽ രാജ്യങ്ങൾക്കും വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. എനിക്കങ്ങനെ തോന്നിയില്ല. ആരുടെയും ഒരു പ്രത്യേക താല്പര്യപ്രകാരമാണ് ഇങ്ങനൊരു വിവാദം ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരുടെയും ഒരു പ്രത്യേകിച്ചൊരു വിഭാഗത്തിൻ്റെതായ ഒരു പ്രേരണ അതിൻ്റെ അകത്തില്ല. ചില വ്യക്തികളുടെ താല്പര്യം ഉണ്ടായോ എന്ന് ചെറിയ മാത്രം എനിക്ക്. ജീസസ് ജനറേഷൻ എന്ന പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട സഭയുടെ പാസ്റ്ററാണ് ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ മാപ്പ് ചോദിച്ച് രംഗത്തെത്തിയിരിക്കുന്ന പാസ്റ്റർ ദീപു ജേക്കബ്. ഇവർ കഴിഞ്ഞ ദിവസം എറണാകുളം ഉദയംപേരൂരിൽ സംഘടിപ്പിച്ച ഒരു പ്രാർത്ഥനാ പരിപാടിക്ക് ഇടെയാണ് വിവിധ രാജ്യങ്ങൾ, അതായത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള 20 രാജ്യങ്ങളുടെ പതാകകൾ ആ പ്രാർത്ഥനാ ചടങ്ങിൽ വെച്ചത്. ഈ പരിപാടിക്ക് ശേഷം ഇന്ത്യൻ പതാക ശുചിമുറിയുടെ പരിസരത്തേക്ക് കൂട്ടിയിട്ടെന്നും BJP നേതാവ് നൽകിയ പരാതിയിൽ ആരോപിച്ചിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകാൻ സംഘാടകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, വളരെ സദുദ്ദേശത്തോടെ ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈ ജീസസ് ജനറേഷൻ എന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലെ പാസ്റ്റർമാർ, IPCയിൽ ഉൾപ്പെടെ വിവിധ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ പാസ്റ്റർമാർ ആ ചടങ്ങിൽ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകസമാധാനം, പ്രത്യേകിച്ചും ലോകത്ത് പല രാജ്യങ്ങളും തമ്മിൽ യുദ്ധമൊക്കെ നിലനിൽക്കുമ്പോൾ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഇപ്പോൾ പുലിവാലി പിടിച്ചിരിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പാണ് പാസ്റ്റർ ദീപുവിനെതിരെ എടുത്തിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്? ടോമ, ഈ വിഷയത്തിൽ ഇവരുടെ ഒരു പ്രതികരണം വന്നത് ന്യൂസ് 18നോടാണ്. അവർ പറയുന്നത്, പ്രധാനമായും തന്നെ പറയുന്നത്, തങ്ങൾക്ക് മറ്റു ഉദ്ദേശങ്ങളൊന്നും തന്നെയില്ല. ഇത് ഈ ആരുടെയെങ്കിലും മതവികാരം വ്രണപ്പെടുത്തുക, അങ്ങനെ ഈ ദേശവിരുദ്ധമായ ഏതെങ്കിലും രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക, അങ്ങനെ പല രീതിയിലും ഇത്തരം കേസുകൾ വരുമ്പോഴേക്കും ആക്ഷേപങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതിൽ ദേശവിരുദ്ധമായി യാതൊരു രീതിയിലുള്ള ഒരു കാര്യങ്ങളും തങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇവർ പറയുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്, അവിടെ 20 രാജ്യങ്ങളുടെ പതാകകൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടെയുണ്ട്. ഇത് അവരുടെ ഒരു പ്രാർത്ഥനാ മുറിയാണ്, പ്രാർത്ഥനാ ഹാളാണ്. അവിടെ ഇത്തരം പതാകകൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും തന്നെ ചെയ്യുന്നത്, ഇത് ലോകസമാധാനത്തിന് വേണ്ടി തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയും അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് അയൽ രാജ്യങ്ങളുടെയും പതാകകൾ എല്ലാം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി അവിടെ ആ പതാകകളുണ്ട്. അത് വെച്ചിട്ടാണ് അവിടെ ആ പ്രാർത്ഥനകളടക്കം ഉള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും ഇതിൽ പറയുന്നൊരു കാര്യം, തങ്ങൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യമുണ്ട്, അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യം തന്നെയാണ്. അതിനെ തുടർന്നുള്ള ആ വിഷയങ്ങളൊന്നും ഇതുവരെയും അവസാനിച്ചിട്ടുമില്ല, അത് തുടരുകയും ചെയ്യണം. അത് തീർച്ചയായും തന്നെ അത് ഗൗരവപൂർവ്വം ആലോചിക്കണമായിരുന്നു. അങ്ങനെ ഒരു അശ്രദ്ധ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആ വിഷയങ്ങൾ പരിഗണിക്കണമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അത് തീർച്ചയായും ഗുരുതരമായ കാര്യം തന്നെയാണ്. അതിൽ തങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്ന് തന്നെയാണ് ഈ പാസ്റ്റർ പറയുന്നത്, ദിബു ജേക്കബ് പറയുന്നത്. ഇത്
ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത് ചില വ്യക്തികളുടെ മാത്രം താല്പര്യങ്ങളുടെ പുറത്താണ് ഇപ്പോൾ ഈ ഒരു പരാതിയായിട്ട് കടന്നു വന്നിട്ടുള്ളത് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്തവരെ സംബന്ധിച്ച് അത് വളരെ വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചും യുദ്ധസമാനമായ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ ഇതുപോലെ ഒരു പാകിസ്ഥാൻ്റെ പതാകയും അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ച് പ്രാർത്ഥന നടത്തിയത്. ഇങ്ങനൊരു മാപ്പ് പറഞ്ഞുകൊണ്ട് തീരുന്ന പ്രശ്നമല്ല ഇത്. ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പാണ്. പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ സംഘാടകരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ. എന്താണ് ഈ പാസ്റ്റർ ദീപുവാണ് കേസിലെ പ്രതിയായിട്ടുള്ളത്? എന്താണ് അവരുടെ നീക്കം? പ്രത്യേകിച്ചും മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ? ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോവുകയാണ് അവർ. പ്രത്യേകിച്ച് പോലീസ് ഇവർക്ക് അവരുടെ ഹാജരാകാൻ ആവശ്യപ്പെടുകയും പ്രാഥമികമായ ചില വിശദീകരണങ്ങൾ ഇവരിൽ നിന്ന് തേടിയിട്ടുണ്ട്. എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം എന്നതടക്കമുള്ള കാര്യങ്ങൾ, അവിടെ എന്താണ് നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തേടിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പതാക കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരാതിയിൽ പറയുന്ന മറ്റൊരു കാര്യം, ദേശീയ പതാകയോട്, ഇന്ത്യൻ ദേശീയ പതാകയോട് അവഹേളനമുണ്ടായി, അനാദരവുണ്ടായി എന്ന് പറയുന്നുണ്ട്. അതാണ് മറ്റൊന്ന് ഗുരുതര സ്വഭാവത്തിലുള്ളത്. കാരണം ഈ പതാക പിന്നീട് കണ്ടെടുത്ത ശുചിമുറിയുടെ ഭാഗത്തു നിന്നാണെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ വാസ്തവമാണെങ്കിൽ അതിൽ കൃത്യമായ രീതിയിലുള്ള ഈ നടപടികളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകും. അപ്പോൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നത് അടക്കം ഇവർ വിശദീകരിക്കേണ്ടി വരും. പ്രാർത്ഥന നടന്നത് എത്ര ദിവസമാണ്, അത് ഇതിനു മുൻപ് ഉണ്ടായി എന്ന് പറയുന്ന ഇവരുടെ അവകാശവാദം ശരിയാണോ, ഇതിനു മുൻപും ഇവിടെ ഇത്തരം പ്രാർത്ഥനകൾ നടന്നിട്ടുണ്ട് എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധനകൾ വരേണ്ടതുണ്ട്. ഇത് കൃത്യമായി ഇവർക്ക് മുൻപാകെ വിശദീകരിക്കണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം എല്ലാ ഭാഗങ്ങളിലും തന്നെ ഉയരുന്നുണ്ട്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ പാകിസ്ഥാൻ്റെ ഒരു പതാക വെച്ചിട്ട് അവിടെ പ്രാർത്ഥന നടത്തുക, അതിനെ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നതെല്ലാമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായൊരു വിശദീകരണവും ആവശ്യമാണ്. വൈകാതെ പോലീസിൻ്റെ മുന്നിലേക്ക് തന്നെ എത്തേണ്ടതുണ്ട്. കോടതിയിലും ഒരു ഭാഗത്ത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ മുൻപോട്ട് പോവുകയും ചെയ്യുകയാണ്. ഏതായാലും ഈ സംഭവം അത് കേരളത്തിൽ മാത്രമല്ല, അത് ദേശീയ തലത്തിൽ തന്നെ അത് ചർച്ച ചെയ്യപ്പെട്ടു എന്നതാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സാഹചര്യമാണ് അതിനെ ഈ രീതിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം താനത് ഉൾക്കൊണ്ടില്ല, താനത് പരിഗണിക്കേണ്ടതായിരുന്നു, പെട്ടെന്ന് ഓർമ്മയിൽ വന്നില്ല. ആ ഒരു തെറ്റിന് വലിയ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇതാൽ കുറ്റമായിട്ട് മാറിയിട്ടുള്ളത്. ഇപ്പോൾ അവർ മാപ്പ് പറയുന്നുണ്ട്. പക്ഷേ അത് പോലീസ് അതിൻ്റെ കേസും അതിൻ്റെ നാൾവഴികളും ഇതെല്ലാം പരിഗണിച്ച് തന്നെ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ. ഈ ജീസസ് ജനറേഷൻ അതൊരു പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു സഭയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ ഒരു പശ്ചാത്തലം എന്താണ്? പ്രത്യേകിച്ച് ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിരവധി ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. മറ്റ് സഭകളുടെയും, അതായത് മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകൾ, IPC ഉൾപ്പെടെയുള്ള മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകളുടെയും പാസ്റ്റർമാർ ചടങ്ങിലെത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ പാസ്റ്റർ ദീപു പറയുന്നതനുസരിച്ച് എല്ലാ മാസവും ഇതുപോലെ പ്രാർത്ഥനാ കൂട്ടം വിവിധ ലോകരാജ്യങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥനാ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അതിൻ്റെയൊക്കെ വസ്തുത എന്താണ്? ഇവർ അവകാശപ്പെടുന്നത് ഈ രീതിയിലുള്ള പ്രാർത്ഥനാ യജ്ഞങ്ങൾ നടത്തുന്നുണ്ട്. അതാ ഇപ്പോൾ വിദ്യാരംഭത്തിലേക്ക് കടന്നപ്പോൾ, അതായത് സ്കൂൾ പ്രവേശന വർഷത്തിലേക്ക് വന്നപ്പോൾ കുട്ടികൾക്ക് വേണ്ടി, അവരുടെ പഠനത്തിന് വേണ്ടിയെല്ലാം തന്നെ തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെയാണ് ലോകസമാധാനത്തിൻ്റെ കാര്യം വരുമ്പോൾ തന്നെയും വലിയ രീതിയിലുള്ള കലുഷിതമാകുന്ന സാഹചര്യങ്ങളെമ്പാടും നിലനിൽക്കുമ്പോൾ അതിനെല്ലാം ഒരു ശാന്തി വരുത്തട്ടെ എന്നെല്ലാം തന്നെ കരുതിക്കൊണ്ടാണ് തങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതെന്ന് അവർ പറയുന്നു. ഇതിനു വേണ്ടിയാണ് ഏതാണ്ട് ഒരു വർഷം മുൻപായിട്ട് ഈ ഫ്ലാഗുകൾ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നത്. അന്ന് മുതൽ തുടങ്ങുന്ന പ്രാർത്ഥനകൾ വിവിധ സമയങ്ങളിലായിട്ട് നടത്താറുണ്ട് എന്നതെല്ലാം അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് ഈ വിശദീകരണങ്ങൾ മതിയാകുമോ എന്നതാണ് ആ ഒരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. അവിടെ നടത്തിയ പ്രാർത്ഥനയിൽ വിവിധ സഭകളും കൂട്ടായ്മകളെല്ലാം കേന്ദ്രീകരിച്ച പാസ്റ്റർമാരാണ് കൂടുതലായിട്ടും ഇതിലേക്ക് പങ്കെടുക്കുകയും ചെയ്തത്. അവരെ ഓരോ ഫ്ലാഗും ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ രാജ്യത്തിനെയും പതാകകളും ചേർത്ത് പിടിച്ചിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരൊരു രീതിയും
കാര്യങ്ങളെല്ലാം വെച്ച് അങ്ങനെയൊക്കെയാണ് അവർ പ്രാർത്ഥിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് പിന്നീട് പുറത്തു വരികയും ഇത് ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന രീതിയിലെല്ലാം തന്നെ ഈ പരാതി ഉയരുകയും എല്ലാം ചെയ്തത്. എന്തായാലും ഈ കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള വിശദീകരണങ്ങൾ ഉണ്ടാവണം. കാരണം ഇത് അല്ലായെങ്കിൽ അത് നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ട കാര്യം തന്നെയാണ്. ടോം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.